ബെറി മലയാളി നിങ്ങൾക്കായി സമർപ്പിക്കുന്നു ദിവ്യരക്ഷകന്റെ ജനനം. ഹെറോദോസിന്റെ അരമന. രാജാവ് അസ്വസ്ഥനായി പ്രധാന അങ്കണത്തിൽ കൂടി ഉലാത്തുന്നു. എന്തിനെയോ ഓർത്ത് അല്ലെങ്കിൽ ഭയപ്പെട്ട് വളരെ ദേഷ്യത്തിലും അതികഠിനമായ അമർഷത്തിലുമാണ് നിൽക്കുന്നത്. കസേരയിൽ ഇരിക്കുന്നു, എഴുന്നേൽക്കുന്നു, പിന്നെ കുറച്ച് നടക്കുന്നു, വീണ്ടും വന്ന് കസേരയിൽ ഇരിക്കുന്നു. ഹെറോദോസിന്റെ അരമനയിലേക്ക് 3 രാജാക്കന്മാർ വരുന്നു. അവർ രാജാവിനോട് പറയുന്നു, ഞങ്ങൾ കിഴക്ക് നക്ഷത്രം കണ്ടു. ഇസ്രായേലിന്റെ രക്ഷകൻ ഭൂമിയിൽ ജനിച്ചുവെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അവരെ കാണുവാനും അവരെ സമ്മാനം നൽകുവാനുമാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ രാജാവ് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് അറിഞ്ഞത്? അവർ പറഞ്ഞു, ഞങ്ങൾക്ക് മുമ്പിൽ ഒരു നക്ഷത്രം വഴികാട്ടിയായി വന്നു. കൊട്ടാരത്തിൽ വന്നപ്പോൾ അത് അപ്രത്യക്ഷമായി. കൗശലക്കാരനായ രാജാവ് പൂജരാജാക്കന്മാരോട് പറഞ്ഞു, നിങ്ങൾ പോയി അവനെ കണ്ടു വണങ്ങി തിരിച്ചു വരിക. അപ്പോൾ എനിക്കും അവനെ കാണാമല്ലോ. അവർ സമ്മതിച്ച് യേശുവിനെ തിരിഞ്ഞു. അവർ കൊട്ടാരത്തിൽ നിന്നിറങ്ങിയില്ല. നക്ഷത്രം അവർക്ക് പ്രത്യക്ഷമായി. അവർക്ക് മുന്നിൽ വഴികാട്ടി യേശു ജനിച്ച സ്ഥലത്തിന് മുകളിൽ നിന്നു. യേശു ബേത്ലഹേമിൽ ഒരു പുൽത്തൊഴുത്തിൽ ജനിച്ചു. മാതാവ് ജോസഫ് യേശുവിന്റെ അരികിൽ നിന്നു. ഈ സമയം ആട്ടിടയന്മാർ സ്വർഗത്തിൽ നിന്ന് അരുളപ്പാടുണ്ട്, സകല ജനങ്ങളുടെയും രക്ഷകൻ ഭൂമിയിൽ ജനിച്ചിരിക്കുന്നു. ബേത്ലഹേമിൽ ഒരു പുൽത്തൊഴുത്തിൽ. ഇത് കേട്ട് ആട്ടിടയന്മാർ സന്തോഷത്തോടെ ചാടി എഴുന്നേറ്റ് യേശുവിനെ സന്ദർശിക്കാൻ പുൽത്തൊഴുത്തിലേക്ക് പോയി. വിജ്ഞാനികൾ ഉണ്ണിയേശുവിന്റെ ജനനസ്ഥലം കാണുകയും യേശുവിനെ പൊന്ന്, നീറ, കുന്തിരിക്കം എന്നിവ കാഴ്ച സമർപ്പിക്കുകയും ചെയ്തു. അവർക്ക് സ്വപ്നത്തിൽ ദൈവത്തിന്റെ ദൂതൻ ദർശനം നൽകി. തിരിച്ച് വേറെ വഴിക്ക് പോകാൻ. കടുപ്പ് പറ്റിയതോടെ ക്ഷുഭിതനായ രാജാവ്